ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നാം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ബ്രദർ വിക്ടർ കാറ്റാടിയിൽ പങ്കുവച്ച ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിൽ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. ഇവിടെ പറയുകയാണ്, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി ദൈവം വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ആദ്യമായി എബ്രാഹത്തെ ദൈവം വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ കുലദൈവങ്ങളെ നിർമ്മിക്കുകയായിരുന്നു. ആ സമയത്ത് കർത്താവ് വിളിച്ചപ്പോൾ കർത്താവിൻ്റെ സ്വരം കേട്ട് എബ്രഹാം ആ വിളി സ്വീകരിക്കുകയാണ്. ഇസഹാക്കിനെയും യാക്കോബിനെയും മോശയെയും ഏലിയായെയും എന്നുവേണ്ട എല്ലാ പ്രവാചകന്മാരെയും ദൈവം അവിടുത്തെ വചനത്തിലൂടെ അവിടുത്തെ സംസാരത്തിലൂടെ വിളിച്ച് അവരെല്ലാം നയിക്കുകയാണ് ചെയ്യുന്നത്. സഭാമാതാവ് വിശുദ്ധ ഗ്രന്ഥത്തിനും അഥവാ ദൈവവചനത്തിനും ഈശോയുടെ തിരുശരീര രക്തങ്ങൾക്കും ഒരേ സ്ഥാനമാണ് നൽകി ആദരിച്ചു പോരുന്നത്. ആരാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകർത്താവ് അഥവാ ഓതർ? 2 പത്രോസ് 1-ാം അധ്യായം 20-21 തിരുവചനത്തിൽ പറയുന്നു, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ദൈവീക മനുഷ്യർ സംസാരിച്ചവയാണ്. പരിശുദ്ധാത്മാവായ ദൈവത്താൽ പ്രേരിതരായി ദൈവീക മനുഷ്യർ സംസാരിച്ചവയാണ് ഈ വിശുദ്ധ ഗ്രന്ഥവും അവയിലെ ഓരോ വചനങ്ങളും. അതുകൊണ്ട് നമ്മളും ഈ ദൈവവചനം ശ്രവിക്കുമ്പോൾ, ദൈവവചനങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നവരായി മാറും. മനുഷ്യരായ നമ്മളുടെ ഓരോരുത്തരുടെയും അസ്തിത്വം അഥവാ നിലനിൽപ്പ് ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മാവും ശരീരവും എപ്പോഴും ആ ദൈവീക സാന്നിധ്യത്തിൽ എത്തിയാൽ മാത്രമേ സംതൃപ്തരാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയല്ലേ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, ഈ ലോകത്തിൻ്റെതായ എല്ലാ സുഖങ്ങളും അനുഭവിച്ച ശേഷം അദ്ദേഹം പറയുകയാണ്, കർത്താവേ, അങ്ങെന്നെ അങ്ങേക്ക് വേണ്ടി സൃഷ്ടിച്ചു, അങ്ങയിൽ എത്തുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥനമായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ഈ വചനത്തിൽ എത്തുന്നതുവരെ നമ്മുടെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. നമ്മൾ ഈ വചനത്തിൽ ജീവിച്ചാൽ നാമും ദൈവനിവേശിതരായി മാറും. അതല്ലേ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ 2 തിമോത്തിയോസ് 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നത്, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അപ്പം നമ്മളും ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ദൈവനിവേശിതരായിട്ട് മാറും. അതുകൊണ്ട് നമുക്കും ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആ വലിയ വിരുന്നിലേക്ക്, ആ നിധിയിലേക്ക് നമുക്കും എത്തിച്ചേരാം. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും പുതിയ നിയമത്തിലൂടെയാണ് വെളിപ്പെടുന്നത്. അതാണ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ പറയുന്നത്, ലോകസ്ഥാപനം മുതൽ നിഗൂഢമായവ ഞാൻ പ്രഖ്യാപിക്കും എന്ന പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായ വലിയ രഹസ്യമായിരുന്നു, പഴയ നിയമത്തിൽ ഒളിഞ്ഞു കിടന്ന ആ വലിയ രഹസ്യമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം മുതൽ പരിശുദ്ധ കുർബാന സ്ഥാപനം വരെയുള്ള ആ വലിയ രഹസ്യങ്ങൾ. അതായത് അവിടുത്തെ പെസഹ രഹസ്യങ്ങളായ പീഡാനുഭവവും കുരിശുമരണവും തിരുവുത്ഥാനവും പരിശുദ്ധ കുർബാന സ്ഥാപനവും. അങ്ങനെ പഴയ നിയമത്തിലെ എല്ലാ രഹസ്യങ്ങളും പരിശുദ്ധാത്മാവിനാൽ നമുക്കും കണ്ടെത്താം. ഇത് തന്നെയായിരുന്നു നമ്മുടെ ബ്രദറിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം
34 അധ്യായം 16 തിരുവചനത്തിൽ പറയുന്നു, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, അവയിലൊന്നും കാണാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുകയാണ്. നമ്മളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകുമ്പോൾ പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും പുതിയ നിയമത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ നമുക്കും കണ്ടെത്താൻ സാധിക്കും. ബ്രദർ കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം ദൈവവചനവുമായി ഒരു മൽപ്പിടുത്തം അഥവാ കൂടിക്കാഴ്ച അനുദിനവും നടത്തി. ദിവ്യബലിയിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ആ ദിവ്യബലിയിൽ വായിക്കുന്ന തിരുവചനങ്ങൾ എടുത്തുകൊണ്ടുവന്ന് 18 മാസക്കാലം ആ വചനങ്ങളുമായി ഒരു മൽപ്പിടുത്തം അഥവാ കൂടിക്കാഴ്ച നടത്തി. അതുകൊണ്ടാണ് ദൈവവചനത്താൽ നിറഞ്ഞ മനുഷ്യനായി 2 കൊരിന്തോസ് 3 അധ്യായം 3 തിരുവചനത്തിൽ പറയുന്നത് പോലെ, മഷി കൊണ്ടല്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, കൽപ്പലകകളിലല്ല മനുഷ്യൻ്റെ ഹൃദയഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ എന്ന് വ്യക്തമാണ്. ഈ വചനങ്ങളെല്ലാം ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് വായ തുറക്കുമ്പോഴേ ദൈവവചനം അനേകർക്ക് നൽകി അനേകരെ ശക്തിപ്പെടുത്തുവാൻ സാധിച്ചത്. അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ ദൈവവചനം വെറുതെ ഇരുന്നൊന്ന് നമുക്ക് വായിക്കാം. ബ്രദർ വിക്ടർ എപ്പോഴും പറയുമായിരുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായങ്ങൾ 25 തവണ നാം വായിക്കുമ്പോൾ നാമും ആ ദൈവീക സ്വഭാവം കൊണ്ട് നിറയുകയും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ ഒരു അടിസ്ഥാനം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കും ആ യോഹന്നാൻ്റെ സുവിശേഷം ആവർത്തിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ആ ഗാഢബന്ധമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. നമുക്കും ആ പരിശുദ്ധ ത്രിത്വവുമായി ഐക്യപ്പെടണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം നമുക്കും വായിക്കാം. ആ വിശുദ്ധ ഗ്രന്ഥം അനുദിനം വായിക്കുന്നത് വഴി ബ്രദർ വിക്ടറിൻ്റെ ചർച്ചക്കാരും ബന്ധുക്കളും ദൈവവചനം സ്വീകരിക്കുന്നവരും പാലിക്കുന്നവരുമായിട്ട് മാറി. യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 12, 13 തിരുവചനത്തിലും മത്തായിയുടെ സുവിശേഷം 12 അധ്യായം 50 വചനത്തിൽ പറയുന്നത് പോലെ, ദൈവവചനം സ്വീകരിക്കുന്നവരും ശ്രവിക്കുന്നവരുമാണ് എൻ്റെ അമ്മയും സഹോദരരും ചർച്ചക്കാരും എന്ന ആ വചനം ബ്രദർ വിക്ടറിൽ നിറവേറി. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, നാം ദൈവവചനം ശ്രവിക്കുമ്പോൾ അവ നമ്മിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി സാത്താൻ എപ്പോഴും നമ്മളെ വന്ന് സന്ദർശിക്കുമെന്ന്. അതാണ് ലൂക്കായുടെ സുവിശേഷം 8 അധ്യായം 12 തിരുവചനത്തെ പറയുന്നത്, അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം, വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നു. സാത്താൻ ഒരു കാര്യം വ്യക്തമായിട്ടറിയാം, നാം വചനം ശ്രവിച്ചാൽ നാം വിശ്വസിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് അവനറിയാവുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ വചനം എടുത്തു മാറ്റുന്നു. നാം വചനം വായിക്കാനിരിക്കുമ്പോൾ ഒന്നെങ്കിൽ ഉറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ അവൻ തന്ത്രപൂർവ്വം നമ്മെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നു, പിന്നെയാട്ടെന്ന്. അങ്ങനെ നാം ആ ദൈവവചനത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ ദൈവവചനം വായിക്കുമ്പോഴല്ലേ നമ്മളും ശക്തരാകുന്നത്, ഊർജ്ജസ്വലരായിട്ട് മാറുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23 അധ്യായം 29 തിരുവചനം, അങ്ങയുടെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണെന്ന്. അതെ, അവിടുത്തെ വചനം അഗ്നിയേക്കാൾ വലുതാണ്, പാറയെ തകർക്കുന്ന കൂടത്തേക്കാൾ വലുതാണ് ദൈവവചനം. അതിലും ശക്തമാണ്. അതല്ലേ ഹെബ്രായർ 4 അധ്യായം 12 വചനത്തിൽ പറയുന്നത്, കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അവ 2 തലവാളിനേക്കാൾ മൂർച്ചയേറിയതും. അതായത് പറയുന്ന നമ്മളെയും വിശുദ്ധീകരിക്കും, കേൾക്കുന്നവരെയും വിശുദ്ധീകരിക്കും കർത്താവിൻ്റെ വചനം. അവ ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ് ഈ കർത്താവിൻ്റെ വചനം. അതുകൊണ്ട്
നമുക്കും ഈ വചനവുമായി സംഭാഷണം നടത്താം, നമുക്കും ഈ വചനവുമായി കൂടിക്കാഴ്ച നടത്താം. ബ്രദർ വിക്ടർ തൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പറയുന്നുണ്ട്, 4 വർഷങ്ങൾക്ക് മുമ്പ് ദൈവവചനത്തിൻ്റെ ശക്തി എന്താണെന്ന് എനിക്ക് കാണിച്ചു തരുവാനായി ഒരു സംഭവമുണ്ടായി. ഒരു ദിവസം ഞാൻ രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ 3 പേർ വന്നിരിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? ആ സമയം കർത്താവ് കാണിച്ചു തന്നു, അനേക തിന്മകൾക്ക് അവർ അടിമയാണെന്ന്. കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിലേ ദൈവം എല്ലാം വെളിപ്പെടുത്തി തരികയുള്ളൂ. കൃപ നാം നേടിയെടുക്കുന്നതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ വിശ്വാസം വിശുദ്ധ പത്രോസിൻ്റെ പോലെയുള്ള വിശ്വാസമായിരിക്കണം. ദൈവവചനം സ്വീകരിക്കുമ്പോഴാണ് വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ പൗലോസിൽ കൂടിയാണ് ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്. പത്രോസിൻ്റെ വിശ്വാസമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. പലരും വചനം പറയുന്നത് അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് വളച്ചൊടിച്ചാണ്. ഈ 3 വ്യക്തികൾ എന്നോട് പറഞ്ഞു, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന്. അവർക്ക് വചനം കൊടുക്കാൻ തുടങ്ങി. അവരെ കൊണ്ട് തന്നെ വായിപ്പിച്ചു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി തലയും കുത്തി താഴെ കിടന്നു. മറ്റു 2 പേർക്ക് മാനസാന്തരം ലഭിച്ചു. കുമ്പസാരിച്ചിട്ട് എത്ര വർഷമായി ഒന്ന് ചോദിച്ചപ്പോൾ 42 വർഷമായി എന്നും പറഞ്ഞു. 27 വർഷമായി പള്ളിയിൽ പോയിട്ടും എന്ന് പറഞ്ഞു. ദൈവവചനത്തിൻ്റെ ശക്തി കർത്താവ് കാണിച്ചു തരികയാണ്. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. ഈ ബൈബിൾ തന്നെയാണ് യേശു. ഈ വചനങ്ങൾ ഭക്ഷിച്ചപ്പോൾ അത് എനിക്ക് മധുരമായി തോന്നിയെന്ന് വെളിപാടിൻ്റെ പുസ്തകം 10-ാം അധ്യായം 10-ാം തിരുവചനവും എസെക്കിയേൽ 3:1-3 വരെയുള്ള തിരുവചനത്തിലും പറയുന്നു. ഉദരത്തിൽ എത്തിയപ്പോൾ അതെനിക്ക് കയ്പായി മാറി. സങ്കീർത്തനം 119-103 തിരുവചനത്തിൽ തേനിനേക്കാൾ മധുരമുള്ളതാണ് വചനം. ജെറമിയ 15-16 തിരുവചനത്തിൽ വചനം ആസ്വാദ്യവും ആത്മാവിന് സന്തോഷപ്രദവുമാണ്. വചനം ഹൃദയത്തിന് ആനന്ദം തരും. 119-ാം അധ്യായം 105-ാം സങ്കീർത്തനത്തിൽ വചനം പാദത്തിന് വിളക്കും പാതിയിൽ പ്രകാശവുമാണ്. വചനം ഉണ്ടെങ്കിൽ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. വചനം ഇല്ലെങ്കിൽ എല്ലാം തകർന്നു പോകും. വചനത്തിൽ വന്ന് വചനത്തിൽ ജീവിച്ചാൽ മാത്രമേ നാം ഈശോയുടെ ശിഷ്യന്മാരാകുകയുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം തിരുവചനം. വചനം ഉണ്ടെങ്കിൽ മരണമില്ല. യോഹന്നാൻ 8:51. വചനം ഇരുതൾ വാൾ പോലെയാണ്. ആ സമയത്ത് അവിടെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം വചനത്തിൽ കൂടി വചനത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുകയാണ്. വചനം വരുമ്പോൾ അന്ധകാര ശക്തികൾക്ക് നിൽക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപകളും ദാനങ്ങളും ദൈവം തന്നെ നമുക്കും വെളിപ്പെടുത്തി തരും. ഇങ്ങനെ അനേക അനുഭവങ്ങൾ ബ്രദർ വിക്ടറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ പിതാവായ ദൈവത്തോട് കൂടെയായിരുന്ന ആ ദൈവവചനം അതുതന്നെയാണ് മാംസമായത്. റോമാക്കാർക്ക് ലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ, കേൾവിയിൽ കൂടിയാണ് വിശ്വാസം വരുന്നത്, കേൾവിയാകട്ടെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് നമ്മൾ തീരുമാനിക്കണം. 1 കൊരിന്തോസ് 2-ാം അധ്യായം 2-ാം തിരുവചനം. വചനം കേട്ടില്ലെങ്കിൽ നാം ഈശോയെ അറിയുകയില്ല. ഒരു കാലത്ത് എനിക്ക് ഒന്നും അറിയില്ലാത്ത അവസ്ഥയിലാണ് ഈശോ എന്നെ സ്പർശിച്ചത്. ഞാൻ വചനം കേട്ടത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം തിരുവചനത്തിലും 5-ാം തിരുവചനത്തിലും, വീണ്ടും ജനിക്കണം എങ്കിൽ മാത്രമേ നീ സ്വർഗരാജ്യം കാണുകയുള്ളൂ. വചനത്താലും ആത്മാവിനാലും ജനിച്ചെങ്കിൽ മാത്രമേ
സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നുള്ളൂ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മിൽ മാറ്റം വരുന്നത്. വചനം ഇല്ലെങ്കിൽ മാനസാന്തരം വരികയില്ല. മാനസാന്തരം ഉള്ളിടത്ത് മാത്രമേ കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കുകയുള്ളൂ. യേശുവിൻ്റെ ശിഷ്യന്മാർ 7 മത്സ്യത്തൊഴിലാളികളായിരുന്നു. പത്രോസ് മീൻ പിടിക്കാൻ പോയ സമയത്താണ് യേശുവിനെ കണ്ടുമുട്ടിയത്. ഈ പത്രോസ് തന്നെയാണ് നമ്മുടെ കർത്താവിനെ തള്ളിപ്പറയുന്നതും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാം തിരുവചനത്തിൽ പത്രോസ് പൊട്ടിക്കരയുകയാണ്. ഈ മാനസാന്തരം വന്ന പത്രോസിനോടാണ് യഹൂദർ ചോദിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള വചനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, മാനസാന്തരപ്പെടുക, അനുതപിക്കുക. അനുതാപം ഉള്ളിടത്താണ് കർത്താവ് വന്ന് വാസമർപ്പിക്കുന്നത്. യേശു ആരാണെന്ന് നാം അറിയണം. രക്ഷകൻ മാത്രമല്ല, ഈശോ ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് വിശുദ്ധ പത്രോസിൽ കൂടിയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള തിരുവചനത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അപ്പം കർത്താവ് അവരോട് ചോദിക്കുകയാണ്, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ശിമിയോൻ പത്രോസ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ ഒരു ചോദ്യം കർത്താവ് നമ്മോട് ചോദിച്ചാൽ നമ്മുടെ ആൻസർ ഈശോ എനിക്കാരാണ് എന്ന് ചോദിച്ചാൽ നാം എന്താണ് പറയുന്നത്? കർത്താവ് നമുക്കൊരു രക്ഷകൻ മാത്രമാണോ? അതോ കർത്താവ് നമുക്കൊരു പ്രവാചകനായിട്ടാണോ നാം കാണുന്നത്? അതോ ഈശോ ഒരു മതസ്ഥാപകനായിട്ടാണോ നാം കാണുന്നത്? അപ്പം ഏറ്റവും വലിയ വിശ്വാസമാണ് ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ഈ വിശ്വാസത്തിന്മേലാണ് കർത്താവ് തിരുസഭ പണിയുന്നത്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മളിലും കർത്താവ് സഭ സ്ഥാപിക്കും. നമ്മുടെ കുടുംബവും ഒരിക്കലും തകർന്നു പോവുകയില്ല. ഈ ഒരു വിശ്വാസമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ബ്രദർ എപ്പോഴും പറയുമായിരുന്നു, വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസമാണ് നമുക്ക് വേണ്ടതെന്ന്. ഇതാണ് യഥാർത്ഥ വിശ്വാസം. ഈ വിശ്വാസത്തിൽ കൂടി വേണം നാം എല്ലാം പണിതുയർത്തുവാൻ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാം തകർന്നു പോകും. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം ആരും വചനം സ്വീകരിക്കുന്നില്ല. വചനം സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരിയും സഹോദരന്മാരെന്ന് ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുന്നു. വചനം വരുമ്പോഴാണ് കാണാതെയുള്ള വിശ്വാസത്തിലേക്ക് നാം കടന്നു വരുന്നത്. അതാണ് ഹെബ്രായർ 11:1-3 വരെയുള്ള തിരുവചനത്തിൽ വിശ്വാസം എന്നാൽ എന്താണ്? വിശ്വാസം എന്നാൽ പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ളൊരു ബോധ്യവുമാണ്. അപ്പം നമുക്ക് ആ പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പ് വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസമായിരിക്കട്ടെ നമ്മുടെ വിശ്വാസം. ഈശോ തോമസിനോട് പറയുന്നത്, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാനെന്ന്. ദൈവരാജ്യത്തിൽ അനേക രഹസ്യങ്ങളുണ്ട്. നാം കാണാതെ വിശ്വസിക്കുമ്പോഴാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. നാം വചനം സ്വീകരിക്കുമ്പോൾ നമ്മിൽ മാറ്റമുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ വചനം സ്വീകരിച്ചപ്പോൾ അനേക കാര്യങ്ങൾ മാറ്റേണ്ടി വന്നു. ആദ്യം ഭക്ഷണത്തോടുള്ള ആസക്തി വിട്ടു. ഹെബ്രായർ 13-ാം അധ്യായം 9-ാം തിരുവചനത്തിലും ഫിലിപ്പിയർ 3-ാം അധ്യായം 19-ാം വചനവും അനുസരിക്കുവാൻ തീരുമാനിച്ചു. ഇവിടെ പറയണ, ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ് അവരുടെ അവസാനം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാതെ ആത്മാവിനെ ശക്തിപ്പെടുത്തണം. കാരണം യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുകയില്ല. ഓരോ വചനവും ആത്മാവും ജീവനുമാണ്. വചനം വരുമ്പോൾ നമ്മിലേക്ക് ആത്മാവും ജീവനും വരികയാണ്. ഓരോ വചനവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. വചനം നമ്മെ വിവേചിക്കും. വചനം ആണ് നമ്മെ മാനസാന്തരപ്പെടുത്തുന്നത്. 2 കൊരിന്തോസ് 7-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപവും ഉണ്ട്.
ലൗകികമായ പശ്ചാത്താപവുമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപമാണ് ആവശ്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 തിരുവചനത്തിൽ വചനം സ്വീകരിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ ആ നിമിഷം നാം ദൈവത്തിൻ്റെ മക്കളായി തീരും. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ എന്ത് ചോദിച്ചാലും ദൈവം നമുക്കത് തരും. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. വചനം കേൾക്കുമ്പോൾ പലരും അത് സ്വീകരിക്കുകയില്ല. വചനത്തിൻ്റെ ശക്തിയാണ്. വചനം വരുമ്പോഴാണ് നമുക്ക് മാറ്റം വരുന്നത്. വചനം വഴിയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോഴേ എല്ലാം ഉണ്ടാകുകയാണ് ചെയ്തത്. ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്താലാണ്. 33-ാം സങ്കീർത്തനം 6-ാം തിരുവചനത്തിൽ പ്രപഞ്ചം തന്നെ വചനത്താലാണ് സൃഷ്ടിക്കപ്പെട്ടത്. സകലതും ഈശോയിൽ കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. കൊളോസ്സസ് 1:15-16 തിരുവചനത്തിൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും അധിപൻ ഈശോയാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമം പറയുമ്പോഴേ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങൾ നമുക്കും ഹൃദയപൂർവ്വം സ്വീകരിക്കാം. വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓരോ വചനവും നാം പാലിക്കാൻ തുടങ്ങണം. 119-ാം സങ്കീർത്തനം 130-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോ വചനവും വെളിപ്പെടുമ്പോൾ പ്രകാശം പരന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് കിട്ടുന്ന ആ വെളിപ്പെടുത്തലായിരിക്കുകയില്ല നാളെ ആ വചനത്തിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം അത്രമാത്രം ആഴമുണ്ട് വചനത്തിന്. അതുകൊണ്ട് നമുക്കും ദൈവവചനത്തിലേക്ക് ഇറങ്ങാം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ 47-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനത്തിൽ ദേവാലയത്തിൽ നിന്നുള്ള നീർച്ചാലിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ദേവാലയ ഭൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു നീർച്ചാൽ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, എന്തെന്നാൽ ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ഈ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകാൻ തുടങ്ങുന്നത്. ഹൃദയത്തെ നമ്മൾ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിച്ചാൽ ഈ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകി 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 യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈ അരുവികൾ ഒഴുകി പ്രഭാഷകൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാൽ പോലെയും ഞാൻ ഒഴുകി. അതായത് ഏറ്റവും ചെറുതിൽ നിന്നും ഓരോ വചനവും നാം ഹൃദയത്തിൽ സൂക്ഷിക്കുക, അവ അനുസരിക്കാൻ തുടങ്ങുക. പരിശുദ്ധാത്മാവ് ഇവ വലിയ ഒരു വറ്റാത്ത നീരുറവയായിട്ട് ഒഴുകി. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം പറയുന്നത് പോലെ ആദ്യം നമ്മുടെ കണങ്കാൽ വരെ, പിന്നീട് വീണ്ടും നമ്മൾ വചനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മുട്ടോളം എത്തും. വീണ്ടും നമ്മൾ വചനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ അരയ്ക്കൊപ്പം എത്തും. പിന്നെ കഴുത്തോളം വീണ്ടും നമുക്ക് നീന്താൻ വേണ്ടുന്നതിൻ്റെ അപ്പുറം ആഴമുണ്ട് ഈ വിശുദ്ധ ലിഖിതത്തിന് അഥവാ ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്. അത്രമാത്രം ദൈവിക രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്ന വലിയൊരു നിധിയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മുടെ ഹൃദയത്തിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും. ഓരോ വചനവും നാം അനുസരിക്കുമ്പോൾ അവ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ലേഖനം ചെയ്യപ്പെടും. യിരെമ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നുണ്ട്. 31-ാം അധ്യായത്തിൽ 34 മുതലുള്ള തിരുവചനത്തിൽ ദൈവം തൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നത് ഓരോരുത്തരുടെയും ഹൃദയഫലകത്തിൽ അവിടുന്ന് വചനം എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ ഉടമ്പടി നമ്മളും പാലിക്കാൻ തുടങ്ങിയാൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഒഴുകി നമ്മളും വലിയൊരു സമുദ്രത്തിലേക്ക് നമ്മളും ആ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ദൈവീക രഹസ്യങ്ങളിലേക്ക് നമ്മളും
എത്തപ്പെടും. ഇതുതന്നെയാണ് നമുക്ക് മുമ്പേ കടന്നുപോയ സകല വിശുദ്ധരും. കർത്താവിനെ കണ്ടെത്തിയപ്പോൾ ആ വലിയ ഒരു നിധി ലഭിച്ചവനെ പോലെ തനിക്കുള്ളതെല്ലാം അവർ വിറ്റ് കർത്താവിന് വേണ്ടി പരിപൂർണമായിട്ട് സമർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നാമും കർത്താവിനെ കണ്ടെത്തിയാൽ, അവിടുത്തെ വചനവുമായി നാം കൂടിക്കാഴ്ച നടത്തിയാൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ നിമിഷം അവിടുത്തെ വചനവുമായിട്ട് ഇരിക്കുന്നതാണ്. ഇത് തന്നെയായിരുന്നു അസാധാരണക്കാരനായ ബ്രദർ വിക്ടറിൻ്റെ ജീവിതത്തിൽ. ലോകത്തിൻ്റേതായ ജീവിച്ച സമയത്ത്, കർത്താവിനെക്കുറിച്ച് ഒന്നും അറിയാൻ സാധിക്കാത്ത സമയത്ത് കർത്താവിൻ്റെ വചനം വന്ന് സ്പർശിച്ചു. വചനം നയിക്കാൻ തുടങ്ങി. വചനം മാംസമായി ആ വ്യക്തി മാറി, മറ്റൊരു ക്രിസ്തുവായിട്ട് മാറി. നമ്മളെയും ദൈവം വിളിച്ചിരിക്കുന്നത് അനദർ ക്രൈസ്റ്റ് ആകാനാണ്, മറ്റൊരു ക്രിസ്തു ആകാനാണ്. അതുകൊണ്ട് ഈ വചനം നമ്മളിലും മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കാനുള്ള കൃപാവരം നമുക്ക് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.